നമസ്കാരം, ഞാൻ ജിജി ഓറിയൻസ്. മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമുള്ളതാണ്. കാരണം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആക്റ്റീവ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആവുന്നത് വരെ ഫുള്ള് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോയിന്റുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഈ വീഡിയോ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആക്റ്റീവ് ഇൻ ബിസിനസ്. ഈ ബിസിനസ്സിൽ ഒരു വ്യക്തി ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഈ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഇരിക്കണം. അപ്പോൾ അങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യങ്ങളിൽ നമ്പർ 1, ഗ്രോത്ത് എന്ന് പറയുന്നത് കംസ് ടു ദി ആക്റ്റീവ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. കാരണം ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയത്തുള്ളൂ. ഈ ഒരു ബിസിനസ്സിൽ ഓരോ ദിവസവും ഓപ്പർച്യൂണിറ്റിയാണ്, ഓരോ വ്യക്തിയും ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും റെഗുലറായിട്ട് ആക്റ്റീവായിട്ട് ഈ ബിസിനസ്സിൽ ഉണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തികൾക്കും വലിയ ഗ്രോത്ത് ഈ ബിസിനസ്സിൽ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും ആക്റ്റീവായിട്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾ നിൽക്കുക. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കോൺടാക്റ്റുകൾ കിട്ടും, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മേ ബി അത് പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അപ്പൊ അത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഈ ബിസിനസ് ഉണ്ടാവണം എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ഇതിൽ ആക്റ്റീവായിട്ടിരിക്കണം. ഏതൊരു വ്യക്തിയെ കണ്ടാലും നിങ്ങൾക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ആ ഒരു വ്യക്തിയെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ സത്യസന്ധമായിട്ട് ആക്റ്റീവായിട്ടിരിക്കണം. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ബിൽഡ് സക്സസ് എന്നാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവായിരിക്കണം. ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടാവണം, ഡെയിലി ആക്ഷൻ ഉണ്ടാവണം, ഡെയിലി കോളുകൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനാണെങ്കിലും ശരി, നിങ്ങളുടെ പ്രോസ്പെക്ടസിനെ ആണെങ്കിലും ശരി, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ആണെങ്കിലും ശരി, നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ ലീഡേഴ്സിനെ ആണെങ്കിലും ശരി, അപ്ലൈൻ ലീഡേഴ്സിനെ ആണെങ്കിലും ശരി, ടീം മെമ്പേഴ്സിനെ ആണെങ്കിലും ശരി, നിങ്ങൾ റെഗുലറായിട്ട് അവരെ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഫോണിൽ അല്ലെങ്കിൽ കോളുകളിൽ അവരുമായിട്ട് ആക്റ്റീവ് ആയിരിക്കണം. ഒപ്പം തന്നെ മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ്സ് ആക്റ്റീവായിരിക്കണം. മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിയത്തേയില്ല. കാരണം ഈ ബിസിനസിന്റെ ആത്മാവെന്ന് പറയുന്നത് മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും തന്നെയാണ്. അതിൽ ആക്റ്റീവായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നിങ്ങൾക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അത്രത്തോളം നിങ്ങൾ ഈ ബിസിനസ്സിൽ ഫാസ്റ്റായിട്ട് വിജയിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കണം. ഒപ്പം തന്നെ ഫോളോ അപ്പുകൾ. ഇപ്പോൾ ഒരു പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യുക, പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, അത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെ ഫോളോ അപ്പ് ചെയ്താലുള്ള ഗുണം എന്താണ്? നിങ്ങൾ റെഗുലറായിട്ട്, നിങ്ങളിപ്പോൾ ഒരു പ്രോസ്പെക്റ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു പ്ലാൻ പ്രസന്റേഷൻ കൊടുത്തു, അദ്ദേഹം ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നു, നിങ്ങൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം നിങ്ങൾ ആ വ്യക്തിയെ കോൾ ചെയ്യുന്നതേ ഇല്ല, അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുന്നില്ല, ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അദ്ദേഹം എന്തായിരിക്കും വിചാരിക്കുന്നത്? നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവ് ആണെന്ന് ആ വ്യക്തി വിചാരിക്കുമോ? ഇല്ല. അദ്ദേഹം നിങ്ങളെ വിളിച്ച് ഞാനും റെഡിയാണ്, ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഇല്ല. നിങ്ങൾ ആ വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവ് ആണെന്ന്. അങ്ങനെ ആക്റ്റീവായിട്ട് ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ അങ്ങനെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ മനസ്സിൽ ബിസിനസ് ആയിരിക്കണം എല്ലാ സമയത്തും ഉണ്ടാവേണ്ടത്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റെഗുലറായിട്ടുള്ള ഫോളോ അപ്പുകള്, കോളുകള്, മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ അത് നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കി തരും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയസിന് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ വാട്സപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയസിലാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണുകയും നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, മൂന്നാമത്തേന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിനെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ, ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ടീമിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രചോദനം കൊടുക്കും. നിങ്ങളെപ്പോലെ ആവണം,
അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കണമെന്ന് നിങ്ങളുടെ ടീമിന് ഒരു ഊർജം കൊടുക്കും, അവരെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ടീമിൽ ഒരുപാട് വ്യക്തികൾ നിങ്ങളെപ്പോലെ ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഡെയിലി, കാരണം നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾ ആൾക്കാരെ വിളിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് പ്രോഡക്ട്സുകൾ ഷെയർ ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ് പ്ലാൻ പ്രസന്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ നല്ല രീതിയിലുള്ള വരുമാനമൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് മനസ്സിലാകുമ്പോഴത്തേക്ക് അവർക്കും നിങ്ങളെപ്പോലെ ആവണമെന്ന് തോന്നും. അതെപ്പോഴും നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ ടീമിന് മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇനാക്റ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ടീമിന് ശരിക്കും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും വളരെ വിഷമമായിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിലുള്ളൊരു ലീഡറിന്റെ കൂടെ ആയി പോയല്ലോ ഞാൻ, മറ്റേ ലീഡറായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തും. അപ്പൊ അതൊരിക്കലും പാടില്ല. അപ്പം നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ടീമിന് ഇൻസ്പയർ ആവും, ടീം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങും. നിങ്ങൾ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കാൻ, ഡെയിലി അവരുടെ ടീമിനെ വിളിക്കാൻ, പ്രസന്റേഷനുകൾ കൊടുക്കാൻ, പ്രോഡക്റ്റുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവരെ പോലെ ആവണമെന്ന് അവരുടെ ടീമിൽ ഒരുപാട് ആൾക്കാരുണ്ടായി വരുന്ന ലെവലിലേക്ക് ഒരു സ്ട്രോങ് ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. സോ നിങ്ങളുടെ ടീമിനെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഈ ബിസിനസ്സിൽ ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോർ കണക്ഷൻ മോർ ബിസിനസ്. നിങ്ങൾ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഇരിക്കും തോറും നിങ്ങൾക്ക് പുതിയ പുതിയ കോൺടാക്റ്റുകളും പുതിയ പുതിയ കണക്ഷൻസും കിട്ടും. അത് നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇന്ന് ഈ ബിസിനസ്സിൽ വളരെ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു ലീഡേഴ്സിനെ എടുത്ത് പരിശോധിച്ചാലും അവരെല്ലാവരും ആക്റ്റീവായിരിക്കും, എവരിഡേ ആക്റ്റീവായിരിക്കും. അവര് ആഴ്ചയിൽ ഒരിക്കൽ ആക്റ്റീവ് ആവുന്ന വ്യക്തികളായിരിക്കില്ല, മാസത്തിൽ ഒരിക്കൽ ആക്റ്റീവ് ആവുന്ന വ്യക്തികളായിരിക്കില്ല, കട്ട് ഓഫിന്റെ അന്ന് ആക്റ്റീവ് ആവുന്ന വ്യക്തികളായിരിക്കില്ല. റെഗുലർ ആക്ടിവിറ്റീസിൽ അവര് ആക്റ്റീവ് ആയിരിക്കും, ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അവരെ കുറിച്ച് മറ്റുള്ള വ്യക്തികൾ അറിയും. മറ്റ് കമ്പനികളിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോ അറിയുകയും അവരെ ഡയറക്റ്റ് പോയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ നിങ്ങളും ആക്റ്റീവ് ആവുക. നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവ് ആണെന്ന് നിങ്ങളുടെ നാട്ടുകാർക്ക് മനസ്സിലായാൽ ഈ ബിസിനസ്സിലൂടെ വിജയിക്കണമെന്നും 10 പൈസ ഉണ്ടാക്കണമെന്നും നല്ല രീതിയിൽ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന നല്ല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ നിങ്ങളെ തേടി വരുന്ന ഒരു സമയം വരും. അതിന് നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഉണ്ടാവണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് ആഗ്രഹമുണ്ട്, കോടീശ്വരൻ ആവണം, വലിയ റാങ്കുകൾ അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് അവിടെ ഇറങ്ങില്ല, ഒരാളിനെ പോയി കാണില്ല, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യില്ല, ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ എങ്ങനെ വിജയിക്കുക? അപ്പൊ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന അറിവുകളുണ്ട്, അല്ലെ? ഒരുപാട് അറിവ്. ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യണം, ആരെ പോലെ ചെയ്യണം, ഇതൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ എത്തരത്തിലാണ് ചെയ്യുന്നത് അത് സ്വയം ഒന്ന് പരിശോധിക്കുക. എപ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ, നമുക്ക് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ, നമുക്ക് വലിയ റാങ്കുകൾ അച്ചീവ് ചെയ്യണമെന്നുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുക, വിട്ടുകൊടുക്കാതെ പ്രവർത്തിക്കാൻ തയ്യാറാവുക. ടേക്ക് ആക്ഷൻ, നെവർ ഗിവ് അപ്പ്. വിട്ടുകൊടുക്കരുത്. പ്രതിസന്ധികൾ വരില്ലെന്നല്ല, പ്രതിസന്ധികൾ വരും. പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും പുഞ്ചിരിയോടുകൂടി ആ പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഏത് വ്യക്തിയാ വിജയിച്ചിട്ടുള്ളത്? ഒരു പ്രതിസന്ധിയും ഇല്ലാതെ. എല്ലാ വിജയികൾക്കും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളെ ഓവർകം ചെയ്തവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഗിവ് അപ്പ്, നെവർ ഗിവ് അപ്പ്. വിട്ടു കൊടുത്തവരും വിട്ടുപോയവരും വിജയിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബിസിനസ്സിൽ വിട്ടുകൊടുക്കരുത്, വിട്ടുപോകരുത്. ബിസിനസ്സിൽ ആക്റ്റീവായിട്ടിരിക്കുക. ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ അച്ചീവ്മെന്റ്സ്. ആക്ടിവിറ്റിയാണ്, പ്രവർത്തനമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ബേസ് ആണ്. സോ ബി ആക്റ്റീവ്. ആക്റ്റീവായിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. സ്റ്റേ ഫോക്കസ്ഡ്. ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം? അത് സെറ്റ് ചെയ്യുക. ഏത് റാങ്കാണ് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് കട്ട് ഓഫ് എത്ര രൂപ ഇൻകമാണ് സെറ്റ് ചെയ്യുക. സെറ്റ് യുവർ ടാർഗറ്റ്. സ്റ്റേ ഫോക്കസ്ഡ്. കീപ് ഡൂയിങ്, കീപ് ഗ്രോയിങ്. നിരന്തരം പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക. പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കുക, പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഇത് റെഗുലർ ആയിട്ട് ചെയ്യും. ദെൻ കീപ് ഗ്രോയിങ്. ഓരോ ആഴ്ച കഴിയുമ്പോഴും നിങ്ങൾ എഴുതി വെച്ചോ,
എവരിഡേ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എവരിഡേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എവരി വീക്ക് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. എവരിഡേ നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവ് ആണെങ്കിൽ എവരി വീക്ക് നിങ്ങൾക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും. എവരിഡേ നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവ് ആണെങ്കിൽ എവരി വീക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ബോണസിൽ ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയും. യു വിൽ ഡെഫിനറ്റ്ലി അച്ചീവ് മോർ. സോ ജീവിതത്തിൽ ദൈവം തന്ന അവസരമാണ് ഈ ബിസിനസ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആക്റ്റീവായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് സൈൻ അപ്പ് ചെയ്തു, ഈ ബിസിനസ് എന്തിനു സ്റ്റാർട്ട് ചെയ്തു, എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തത്, ആ ആഗ്രഹത്തെ ഒരിക്കലും മറക്കാതെ, ആ ആഗ്രഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ ആഗ്രഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത്, ലക്ഷ്യത്തിനടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി നിങ്ങൾ ഈ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് വലിയ വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിന് കഴിയും. അതുകൊണ്ട് തന്നെ അതിനുള്ള കഴിവ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് ഈ അവസരം തന്നെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നാളെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഇന്നേ പ്ലാൻ ചെയ്തുകൊണ്ട് ആക്റ്റീവായി ബിസിനസ് ചെയ്ത് നാളെ നിങ്ങളുടെ നാടും നിങ്ങളുടെ സമൂഹവും നിങ്ങളുടെ പ്രദേശത്തിൽ മുഴുവനും നിങ്ങളുടെ കമ്പനിയിലും അറിയപ്പെടുന്ന, നിങ്ങളുടെ ടീമിലും അറിയപ്പെടുന്ന ഒരു വലിയ അച്ചീവറായിട്ട് മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ, ലൈക്ക്, കമന്റ് ഒക്കെ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.